എവിടെയെങ്കിലും പോവാം. ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ക് പൊട്ടിപ്പോവാതെ. എത്ര ദിവസം, ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഇത്രയും തകർന്ന് തരിപ്പെടുവായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒട്ടും ഓക്കെയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശം ഇവിടെ നിഷേധിച്ചത്, അവകാശം ഇവിടെ നിഷേധിച്ചത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുമെന്നാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും. ഞാൻ എങ്ങനെ ചെയ്യും? പൊയ്ക്കോളാന്നല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ? നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂർ എത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിൽക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇതാരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്? നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു. അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ